വയനാട് ദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ സഹകരണ സംഘങ്ങൾക്ക് അനുമതി ലഭിച്ചു. സഹകരണ രജിസ്ട്രാറാണ് അനുമതി കൊടുത്തിരിക്കുന്നത്. ജനറൽ ഫണ്ടിൽ നിന്നോ പൊതു നന്മ ഫണ്ടിൽ നിന്നോ നിങ്ങൾക്ക് തുക കൊടുക്കാം. ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. വയനാട് ദുരന്തത്തിൽ ഇരകളായവർക്കുള്ള പുനരധിവാസത്തിനായി വിവിധ മാർഗങ്ങൾ, അതായത് ധനസംഭരണത്തിനായി വിവിധ മാർഗങ്ങൾ തേടുകയാണ് സർക്കാർ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകാമെന്ന ഉത്തരവിറക്കിയിരിക്കുന്നത്. സഹകരണ സംഘം രജിസ്ട്രാറാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. സഹകരണ സംഘങ്ങൾ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന, അതായത് പൊതുനന്മ ഫണ്ടിൽ നിന്നോ അവരുടെ ജനറൽ ഫണ്ടിൽ നിന്നോ ഈ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാം. ഓരോ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ആയിരിക്കും ഇതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കേണ്ടത്. ഈ കണക്കുകൾ ശേഖരിച്ച് സഹകരണ സംഘം രജിസ്ട്രാർക്ക് കൈമാറണം. എന്നാൽ രണ്ട് നിബന്ധനകൾ ഇതുമായി ബന്ധപ്പെട്ട സഹകരണ സംഘം രജിസ്ട്രാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നഷ്ടത്തിൽ പോകുന്ന സഹകരണ സംഘങ്ങളെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകാൻ നിർബന്ധിക്കരുത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു ടാർഗറ്റ് നിശ്ചയിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തരുത്, അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകാൻ നിർബന്ധിക്കരുത് എന്നും ഇപ്പോൾ സഹകരണ സംഘം രജിസ്ട്രാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തൊട്ടാകെ 20,000-ഓളം സഹകരണ സംഘങ്ങളാണുള്ളത്. മുമ്പ് ഈ പ്രളയമുണ്ടായപ്പോഴും അതിനുശേഷവുമൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും സംസ്ഥാനത്തെ പുനർനിർമ്മാണത്തിനുമൊക്കെ നിരവധി സംഭാവനകൾ നൽകിയവരാണ് സഹകരണ സംഘം. അതുകൊണ്ട് തന്നെ ഇത്തവണയും വലിയ തരത്തിലുള്ള ഒരു സഹായം ഈ സഹകരണ സംഘങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. SKN. താങ്ക് യു, ഗിരീഷ്.